എന്റെ കുഞ്ഞെ, നീ പിരിമുറുക്കത്തിലും വേദനയിലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തലകുനിച്ച് നടക്കാനും സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും വിശ്വാസമില്ലാതെ നിന്റെ ദിവസങ്ങൾ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നു മുതൽ നീ എല്ലാ വിഷമങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, വേദന നിറഞ്ഞ ഒരു ലോകത്തിലാണ് നീ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കാലഘട്ടങ്ങൾക്കായി നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ ശരിയായ സ്ഥലത്താണ് ജനിച്ചത്. നിന്റെ ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നാലും ഇതെല്ലാം എന്റെ ദിവ്യമായ പദ്ധതിയുടെ ഭാഗമാണ്. നിന്റെ വിശ്വാസം ജ്വലിക്കാനാണ് ഈ ദിവസം വന്നത്. നീ സഹിച്ചതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് ചൊരിയാൻ പോകുന്ന അവിശ്വസനീയമായ ജ്ഞാനവും അനുഗ്രഹങ്ങളും സ്വീകരിക്കാനുള്ള താഴ്മ നിനക്കുണ്ടാകും. ഭൗതിക സമ്പത്തോടുള്ള നിന്റെ ആസക്തി നീ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാഞ്ഞുപോകും. നിന്റെ കുടുംബം കൂടുതൽ വിലപ്പെട്ടതാണ്, അതുപോലെ നിന്റെ ആരോഗ്യവും ഭാവിയും. അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുപോലെ ക്ഷമയോടെയും വാത്സല്യത്തോടെയും നിന്നെത്തന്നെ സ്നേഹിക്കാൻ ഓർക്കുക. നിന്നോട് പൂർണ്ണത ആവശ്യപ്പെടരുത്. അത് നിന്റെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുന്നു, പക്ഷേ നിനക്ക് ഞാനുണ്ട്. എന്റെ വചനത്തിൽ നിന്ന് നീ വഴിതെറ്റിപ്പോകുമ്പോൾ, നിന്റെ വികാരങ്ങൾ നീ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവർത്തികളിലേക്ക് നിന്നെ നയിക്കുമ്പോൾ അത് നിന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. പക്ഷേ നിന്റെ പശ്ചാത്താപമുള്ള ഹൃദയത്തിന് ക്ഷമയും കൃപയുമുണ്ട്. ഓരോ പുതിയ ദിവസത്തിലും ഒരു പുതിയ അവസരമുണ്ട്. ഓരോ പ്രഭാതത്തിലും ഞാൻ വ്യക്തിപരമായി നിനക്കെത്തിച്ചുതരുന്ന പുതിയ കരുണകളുണ്ട്. ഞാൻ നിന്റെ ജനലിൽ തട്ടി നിന്നെ ഉണർത്തും. വിശുദ്ധമായ വെള്ളവെളിച്ചത്തിന്റെ ഒരു മൃദുവായ കിരണം കൊണ്ട് ഞാൻ നിന്റെ മുഖം കഴുകും. നിന്നോട് എനിക്കുള്ള അതിരുകളില്ലാത്ത സ്നേഹം വെളിപ്പെടുത്തും. എന്നിൽ ശരിക്കും വിശ്വസിക്കാനും എന്നിൽ ഒട്ടിപ്പിടിക്കാനുമുള്ള സമയമാണിത്. നിനക്ക് നിറവേറ്റാൻ ഒരു വിധിയുണ്ട്. നേടാൻ ഒരു ലക്ഷ്യമുണ്ട്. പിന്തുടരാൻ സ്വപ്നങ്ങളുണ്ട്. പിന്തുണയ്ക്കാൻ ഒരു കുടുംബമുണ്ട്. നിന്റെ ബഹുമാനവും വിശ്വസ്തതയും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിന്റെ ഹൃദയം ഇതിനകം എന്റേതാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിന്റെ പാത നീ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. അക്രമാസക്തമായ തിരമാലകളിൽ ആഞ്ഞടിക്കുന്ന കാറ്റിൽ നീ പാഴാക്കാനായി ഞാൻ നിനക്ക് ജീവൻ നൽകിയില്ല. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് താഴെയിടുന്ന വ്യാജ സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ വന്ന് നീ നേരിടുന്ന പരീക്ഷണങ്ങളെ പരിഹസിക്കുകയും എല്ലാറ്റിനും നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിനക്കത് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിന്റെ വിശ്വാസം വീണ്ടും മങ്ങുന്നത്. ഒറ്റപ്പെടലിനെ ഭയപ്പെടരുത്. എന്റെ സ്നേഹത്തിലും എന്റെ വാത്സല്യത്തിലും മുറുകെ പിടിക്കുക. ഒരു കുട്ടിയുടേതുപോലെ നിന്റെ നിഷ്കളങ്കമായ വിശ്വാസം എനിക്ക് നൽകുക. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ എന്നെ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുക. നീ ഒരിക്കലും ഒറ്റപ്പെടില്ല. നിന്റെ വെല്ലുവിളികളുടെ മുഖത്ത് നീ വിജയം കണ്ടെത്തും. നിരുത്സാഹത്തിന്റെ സമയങ്ങളിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകും. നിർത്താതെ മുന്നോട്ടു പോകാനുള്ള ആരോഗ്യവും ശക്തിയും സ്ഥിരതയും ഞാൻ നിനക്ക് നൽകും. നിന്നെ സ്നേഹിക്കാൻ അനുവദിക്കുക. ഭയപ്പെടേണ്ട. ആത്മാർത്ഥതയില്ലാത്തവർ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ആരും കൂടെ നിൽക്കാൻ നീ അപേക്ഷിക്കരുത്. പ്രോത്സാഹനവാക്കുകളും സഹായഹസ്തവും വിധിയേതുമില്ലാത്ത ഒരു ചെവിയും ആവശ്യമുള്ള ആ തണുത്ത സായാഹ്നങ്ങളിൽ ഞാൻ നിന്റെ കൂട്ടുകാരനായിരിക്കും. നീ മുട്ടുകുത്തി ആത്മാർത്ഥമായ ഹൃദയത്തോടെ എന്റെ അടുത്തേക്ക് വരുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നൽകും. ഞാൻ ആവശ്യപ്പെടുന്നതുകൊണ്ടല്ല, നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അത് ചെയ്യുക. ഈ രീതിയിൽ നിന്റെ പ്രതിബദ്ധതയും വിശ്വസ്തതയും കാണിക്കുക. ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളിൽ എനിക്ക് മതിപ്പില്ല. പരസ്യമായി എന്നെ സ്നേഹിക്കുന്നതായി നടിക്കുകയും എന്നാൽ രഹസ്യമായി എന്റെ അഭിഷിക്തരെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഉപദ്രവിക്കാൻ കൂടുന്നവരെ ഞാൻ ശ്രദ്ധിക്കില്ല. നിന്റെ വിശ്വസ്തതയ്ക്കും വിശ്വാസത്തിനും പ്രതിബദ്ധതയ്ക്കും ഞാൻ പ്രതിഫലം നൽകും. നിന്റെ ഹൃദയത്തിൽ പരമമായ ആത്മാർത്ഥതയോടെ നീ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഇന്നുമുതൽ നിന്റെ ഭയങ്ങൾ നിന്റെ പിന്നിലായി. ഞാൻ നിന്റെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നീ ഇനി ഭയത്തിൽ ജീവിക്കില്ല. കൈകോർത്ത് ശാന്തമായ ഹൃദയത്തോടെ എന്റെ വാത്സല്യത്തിൽ ആശ്ലേഷിക്കപ്പെട്ട് എന്റെ സമാധാനത്തിൽ മുഴുകി നാം വിജയത്തിലേക്ക് നടക്കും. അങ്ങനെയായിരുന്നു, അങ്ങനെയാണ്, അങ്ങനെയിരിക്കും. പരിഭ്രാന്തനാകേണ്ട. അനുഗ്രഹങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചുപിടിക്കുന്ന സമയം അടുക്കുകയാണ്. എനിക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കും. ഒരു വലിയ അത്ഭുതം നിന്റെ വഴിയിലാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു. നീ ചോദിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ മികച്ചതാണ് ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ വിധി എന്റെ കൈകളിലാണ്, മറ്റാരുടെയും കൈകളിലല്ല. ചുറ്റും നോക്കരുത്.
നിഷേധാത്മക ശക്തികൾ നിന്റെ മനസ്സിൽ പരാജയത്തിന്റെയും മണ്ടത്തത്തരത്തിന്റെയും ചിന്തകൾ നടാൻ അനുവദിക്കരുത്. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ എന്നോട് സംസാരിക്കുമ്പോൾ, എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ, നിന്റെ വികാരങ്ങൾ എന്നോട് വിശ്വസിക്കുവാൻ തക്കവിധം എന്നെ വിശ്വസിക്കുമ്പോൾ ഞാനത് വിലമതിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നിന്നെ കേട്ടു, ഇന്നലെയും കേട്ടു. നിന്റെ വാക്കുകൾ കുറവാണെങ്കിലും നിന്റെ ആത്മാർത്ഥതയും ഉദ്ദേശ്യവുമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല. നിന്റെ വിശ്വാസം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും നിന്റെ പ്രാർത്ഥനകൾ സ്വർഗസിംഹാസനത്തിലെത്താൻ അത് മതിയെന്ന് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നിന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഞാൻ നിനക്ക് ആശ്വാസമയയ്ക്കുന്നു. അവിടെ നിന്ന് ഞാൻ എന്റെ സ്നേഹം നിനക്ക് വെളിപ്പെടുത്തുന്നു. നിനക്കെന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. നീ പ്രാർത്ഥനയിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നില്ല. നീയും അത് വിശ്വസിക്കുന്നു എന്നെനിക്കറിയാം. ശക്തനും ധൈര്യശാലിയുമായിരിക്കുക. ആരെയും ഒന്നിനെയും ഭയപ്പെടാതെ നിന്റെ എല്ലാ പോരാട്ടങ്ങളെയും നേരിടുക. ഒരു ഭീഷണിയിലും വിറയ്ക്കരുത്. ചില ആളുകൾ കൊണ്ടുവരുന്ന നിഷേധാത്മകത കാരണം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. എന്റെ വാഗ്ദാനങ്ങളിൽ സംശയിക്കുന്നവർ സന്തോഷം തേടി അനന്തമായി കറങ്ങുന്നു. എന്നാൽ നിഷേധാത്മകരായ ആളുകളുടെ അഭിപ്രായങ്ങളെ അവഗണിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായി. പരിഹാസങ്ങൾക്കിടയിലും നീ എന്നിലുള്ള നിന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. രാത്രിയും പകലും ഞാൻ നിന്റെ ശത്രുക്കൾക്കെതിരെ നിന്നെ പ്രതിരോധിക്കും. നിന്റെ വൈകാരിക ക്ഷേമം എനിക്ക് വളരെ പ്രധാനമാണ്. നിന്റെ മനസ്സ് എന്റെ വിശുദ്ധ വചനത്താൽ പോഷിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും എന്റെ ഇഷ്ടവുമായി യോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം കാരണം തീരുമാനങ്ങളിലേക്ക് ഓടരുത്. അവരെ സന്തോഷിപ്പിക്കാൻ ധൃതി പിടിച്ച തിരഞ്ഞെടുപ്പുകൾ ചെയ്യരുത്. ക്ഷമയോടെയിരിക്കുക. പ്രാർത്ഥനയിൽ എന്റെ അടുത്തേക്ക് വരിക. വിജയത്തിലേക്ക് നയിക്കുന്ന ശരിയായ പാത ഞാൻ നിനക്ക് കാണിച്ചുതരും. പരാജയചിന്തകൾ ഒഴിവാക്കുക. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു. ഞാൻ നിന്നോടുള്ള സ്നേഹം നിമിത്തം നീ എന്റെ കൈകളിലാണ്. നീ എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. നീ സ്നേഹിക്കപ്പെടുന്നവനാണെന്നും സംരക്ഷിക്കപ്പെടുന്നവനാണെന്നും നിനക്ക് തോന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിനക്ക് ധൈര്യത്തോടും ഭയമില്ലാതെയും നിന്റെ പ്രശ്നങ്ങളെയും ശത്രുക്കളെയും നേരിടാൻ കഴിയും. നിന്റെ ചുവടുകളെ നയിക്കാനും നിന്റെ പാതയെ പ്രകാശിപ്പിക്കാനുമുള്ള നിരവധി വാഗ്ദാനങ്ങൾക്കായി എന്റെ വചനം തേടുക. നീ കണ്ണുമടച്ചു നടക്കേണ്ടതില്ല. നീ വിജയിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അയക്കുന്നു. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ പൊതിയുന്നു. മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ, ജ്ഞാനത്തിൽ വളരാൻ, തടസ്സങ്ങളെ മറികടക്കാൻ, സൈന്യങ്ങളെ തോൽപ്പിക്കാൻ, ഭീമന്മാരെ കീഴടക്കാൻ ആവശ്യമായ ധൈര്യവും കഴിവും ഞാൻ നിനക്ക് നൽകുന്നു. നിനക്ക് മറ്റെന്താണ് വേണ്ടതെന്ന് എന്നോട് പറയുക. ഞാൻ ശ്രദ്ധിക്കുന്നു. എന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറണമെന്നും എന്റെ ശക്തി നിന്നെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് വ്യക്തമാകുന്ന രീതിയിൽ പ്രകടമാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യവർഗത്തിന് അനുഗ്രഹമെത്തിക്കുന്ന ഒരു ഉപകരണമായി നീ മാറും. നിന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. എന്നെ കൂടുതൽ അന്വേഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ ശക്തിയാൽ അവരെ സ്പർശിക്കും. അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കും. ദാരിദ്ര്യം ഇല്ലാതാക്കും. ദുഃഖങ്ങൾ തുടച്ചുമാറ്റും. വിദ്വേഷവും തർക്കങ്ങളും അവസാനിപ്പിക്കും. ക്ഷമയും ഐക്യവും പുനഃസ്ഥാപിക്കും. നിന്റെ ഭവനത്തിൽ സമാധാനം വാഴും. അതിനാൽ ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്. എന്റെ കൃപയും വിശ്വസ്തതയും അവരുമായി പങ്കിടുക. അവരുടെ അനുഗ്രഹങ്ങൾ ഭാഗ്യം കൊണ്ടോ യാദൃച്ഛികമായിട്ടോ വന്നതല്ല എന്ന് അവരെ തിരിച്ചറിയാൻ അനുവദിക്കുക. അനുഗ്രഹിക്കുന്നവനും അവരെ നിലനിർത്തുന്നവനും ഞാനാണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക. അവർക്ക് രൂപാന്തരം വേണമെങ്കിൽ എല്ലാ വഴികളിലും എന്നെ അംഗീകരിക്കാനും അവരുടെ ഹൃദയത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം നൽകാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ട്. നിന്റെ കുടുംബത്തോടൊപ്പവുമുണ്ട്. രാത്രികാലങ്ങളിൽ നിന്റെ ഭവനം എന്റെ വെളിച്ചത്താൽ പ്രകാശിക്കണം. എന്നെ ആവശ്യമുള്ളവർക്ക് അതൊരു അഭയകേന്ദ്രമായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വാതിലിലൂടെ പ്രവേശിക്കുന്ന എല്ലാവരും അവരുടെ രോഗങ്ങളെ ഉപേക്ഷിച്ചു പോകും. അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ എന്റെ സാന്നിധ്യം അനുഭവപ്പെടും. നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിനക്കും നീ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി എനിക്കൊരു വലിയ ഉദ്ദേശമുണ്ട്. നീ ഇപ്പോൾ കാണുന്നില്ലെങ്കിലോ മനസ്സിലാക്കുന്നില്ലെങ്കിലോ പോലും ആ ഉദ്ദേശം നിറവേറും. പലർക്കും നിന്നിൽ വലിയ പ്രതീക്ഷകളുണ്ടാവാം. പക്ഷേ എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എന്റെ ഉദ്ദേശങ്ങൾ തികഞ്ഞതാണ്.
നീയും മറ്റാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മനോഹരവും ശക്തവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. എന്റെ വചനം തേടുക, എന്റെ ഇഷ്ടത്തോട് ചേരുക, അതിരാവിലെ എന്റെ ശബ്ദം കേൾക്കുക. നീ അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ വഴിയും നിർദ്ദേശങ്ങളും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകം നൽകുന്ന പരാജയങ്ങൾക്കും നിരാശകൾക്കും അടിമപ്പെടുന്ന മറ്റുള്ളവരുടെ വഴി പിന്തുടരാതെ എല്ലാ ദിവസവും വിജയത്തിൽ നീ പുറത്തുപോകണം. ഞാൻ നിനക്ക് സമൃദ്ധമായ ജീവിതം നൽകാൻ വന്നിരിക്കുന്നു. നീ എന്റെ കൈയിൽ മുറുകെ പിടിക്കുകയും എന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ എന്റെ അനുഗ്രഹങ്ങൾ നിന്നെ മറികടക്കും. ചിലപ്പോൾ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി തോന്നിയേക്കാം. അതിനാൽ നീ എനിക്ക് ഒരു നിമിഷം തരണം. കണ്ണുകളടച്ച് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ എന്റെ വലതുകൈ നിന്റെ ശിരസിൽ വെച്ച് നിന്റെ ആത്മാവിനെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. എന്റെ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ ഒരു നദി എല്ലാ ഭയത്തെയും കഴുകിക്കളയുന്നു. ശത്രുക്കൾ നിന്നെ വളഞ്ഞേക്കാം, പക്ഷേ ഞാൻ നിനക്ക് സമാധാനം നൽകുന്നു. ഞാൻ നിന്റെ വിധി എന്റെ കൈകളിലാണ് വഹിക്കുന്നത്. ഇന്നു നീ നേരിടുന്ന സാഹചര്യം നിന്റെ അവസാനമല്ല. ഓർക്കുക, എന്റെ വാക്കുകൾ നിന്റെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് പ്രോത്സാഹനവും നൽകും. നീ ആ നിരാശയുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയും രൂപാന്തരപ്പെട്ടവനായി അനുഭവിക്കുകയും ചെയ്യും. എന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ആശ്ലേഷിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഒരു ദോഷവും നിനക്ക് സംഭവിക്കുകയില്ല. നിനക്കുവേണ്ടി അമാനുഷികമായ അനുഗ്രഹം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് നിന്റെ ശത്രുക്കൾക്കറിയാം. അതുവഴി നീ ലോകത്തെ കീഴടക്കും. ഇന്നു മുതൽ നിന്റെ ഉദ്ദേശ്യവും കാഴ്ചപ്പാടും ഞാൻ പുതുക്കുകയാണ്. നീ ഈ ജീവിതത്തിലെ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണും. നീ പ്രചോദനമില്ലാത്തവനോ പ്രത്യാശയില്ലാത്തവനോ ആകില്ല. കാര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ ഉത്കണ്ഠ നിന്നെ കീഴടക്കുകയില്ല. പോരാടാനുള്ള ജ്ഞാനം ഞാൻ നിനക്ക് നൽകുന്നു. അതിനാൽ പരാജയത്തിന്റെ ഒരു വികാരവും ഇനി നിന്നെ ഭരിക്കുകയില്ല. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ നിനക്ക് നൽകിയ മനോഹരമായ സമ്മാനങ്ങൾ നന്മയ്ക്കായി ഉപയോഗിക്കുക. നിനക്ക് ചുറ്റുമുള്ളവരോട് ദയയോടെ പെരുമാറുക. നീ ഇപ്പോൾ എവിടെയാണോ അവിടെ എത്തിച്ചേരാൻ സഹായിച്ചവരെ വിലമതിക്കുക. നിന്റെ ബുദ്ധി കൊണ്ടുമാത്രം നീ എല്ലാം നേടിയില്ല എന്ന് തിരിച്ചറിയുക. പലരും നിനക്ക് സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അവർ വാതിലുകൾ തുറക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്തു. മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നെത്തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഞാൻ നിന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയ ജീവിതം നീ അഭിവൃദ്ധി പ്രാപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിലുള്ള നിന്റെ വിശ്വാസവും ആശ്രയവും എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഓരോ ചുവടിലും ഞാൻ നിന്നോടൊപ്പമുണ്ടാകും. നിന്റെ ചുവടുകൾക്ക് വഴികാട്ടിയായി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ആളുകളെ വെച്ചുകൊണ്ട് ഇത്രയും ദൂരം നീ വന്നത് ഞാൻ കണ്ടു. ഞാൻ നിനക്ക് നൽകിയ വരങ്ങളും കഴിവുകളും സ്വത്തുക്കളും വർദ്ധിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ പിന്തുണച്ചവരെ, നീ കണ്ടിട്ടില്ലാത്തവരെ പോലും തേടുക. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക. കാരണം ഇതാണ് സമൃദ്ധിയുടെ പാത. പലരും നിന്നെ ഇതിനകം അനുഗ്രഹിച്ചു. ഇപ്പോൾ നന്ദി കാണിക്കാനും എന്റെ സ്നേഹത്തിന്റെ ഉപകരണമാകാനുമുള്ള അവസരം നിന്റേതാണ്. നീ എന്റെ ഹൃദയം മനസ്സിലാക്കുന്നു. നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ പോവുക. നിന്റെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരെ സഹായിക്കുക. ഓരോ നന്ദി പ്രകടനത്തിലൂടെയും ഞാൻ നിനക്ക് എങ്ങനെ അഭിവൃദ്ധി നൽകുമെന്ന് സാക്ഷ്യം വഹിക്കുക. നിന്റെ വരങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും. സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ഈ മനോഹരമായ മനോഭാവം സമൃദ്ധി മാത്രമല്ല, വൈകാരികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യവും കൊണ്ടുവരും. ഞാൻ കടങ്ങളുടെ ചങ്ങലകൾ തകർക്കും, തൊഴിൽ നൽകും, സംരംഭങ്ങൾ തുടങ്ങാൻ നിനക്ക് അവസരങ്ങൾ സൃഷ്ടിക്കും. മറ്റുള്ളവരെ നിന്റെ സമൃദ്ധിയുടെ ഉറവിടത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു വിളക്കുമാടമായി നീ മാറും. പരീക്ഷണ സമയങ്ങളിൽ ഞാൻ നിനക്ക് നൽകിയ ഉപകരണങ്ങൾ ഓർക്കുക. എന്റെ വചനം, നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ നന്ദിയുള്ള ഹൃദയം. ഇവ ഹൃദയത്തിലെടുക്കുക. അപ്പോൾ പ്രക്ഷുബ്ധമായ ലോകത്തിൽ പോലും നീ വിജയകരമായി ജീവിക്കും. തേനും അനുഗ്രഹങ്ങളും നിനക്ക് ചുറ്റുമൊഴുകും. ഒരു ദോഷവും നിന്നെ സ്പർശിക്കുകയില്ല. നിന്റെ കുടുംബവും പ്രിയപ്പെട്ടവരും വളരെയധികം അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദുഷ്ടർ അവരുടെ അനന്തരഫലങ്ങൾ നേരിടുന്നത് നീ കാണും. ഞാൻ അവരുടെ മനസ്സിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെയും മടിയുടെയും ചിന്തകൾ നീക്കം ചെയ്യും.
അവരുടെ ജോലികളിലൂടെ വളരാനും പഠിക്കാനും മനുഷ്യവർഗത്തിന് സമൃദ്ധി കൊണ്ടുവരാനും പുതുക്കിയ ആഗ്രഹം ഞാൻ അവരിൽ നിറയ്ക്കും. എന്നെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഒഴുകുന്ന വെള്ളത്തിനരികിൽ നട്ട മരങ്ങൾ പോലെയാണ്. തക്ക സമയത്ത് ഫലം കായ്ക്കുകയും അവരുടെ ഇലകൾ ഒരിക്കലും വാടുകയുമില്ല. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും ഇത് എപ്പോഴും സത്യമാണ്. ലോകത്തിന്റെ നിഷേധാത്മകതയോട് നീ യോജിച്ചു പോകരുത്. മറ്റുള്ളവർ പരാജയവും ദുരന്തവും പ്രവചിക്കുമ്പോൾ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും വിജയിക്കാൻ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. നീ ഉറച്ചു നിൽക്കും, നിന്റെ മുഖം പ്രകാശിക്കും. ഇന്ന് ഞാൻ നിന്നെ വിജയത്തിന്റെ കൊടി വഹിക്കാൻ ഉയർത്തുന്നു. നിന്നെ എതിർക്കുന്നവർ ലജ്ജിക്കും. പോരാട്ടങ്ങൾ, ഭയം, ഉത്കണ്ഠ എന്നിവയുടെ മുഖത്തും നിനക്ക് ശാന്തത ഉണ്ടാകും. എന്റെ കൈ നിന്റെ മേലുള്ളതുകൊണ്ട് നിനക്ക് സമാധാനമുണ്ടാകും. ഞാൻ നിന്റെ വിഷമങ്ങൾ എടുത്തുമാറ്റും. നിനക്ക് ദിവ്യമായ ശാന്തത അനുഭവപ്പെടും. ആഴത്തിൽ ശ്വാസമെടുക്കുക. ഈ പുതുതായി ലഭിച്ച ആത്മാവിനെ ആസ്വദിക്കുക. നിനക്ക് കടുപ്പമേറിയ ദിവസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ എന്റെ സ്നേഹമില്ലാത്ത ഒരു ദിവസമുണ്ടാകില്ല. വെല്ലുവിളികൾ ഉയർന്നു വന്നേക്കാം. പക്ഷേ നീ അവയെ ഒറ്റയ്ക്ക് നേരിടില്ല. എന്റെ സ്നേഹത്താലും സംരക്ഷണത്താലും നീ എപ്പോഴും അഭയം പ്രാപിക്കപ്പെടും. നീ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കണ്ണുകളടച്ച് ഈ വാക്കുകൾ സ്വീകരിക്കുക. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ ധൈര്യപ്പെടുക. കരുതൽ, സൗഖ്യം, പ്രോത്സാഹനം, നിന്റെ ലക്ഷ്യത്തിനായുള്ള ജ്ഞാനം. നിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയാസകരമായ സമയങ്ങൾ വരികയും പോകുകയും ചെയ്യും. പക്ഷേ എന്റെ സാന്നിധ്യം നിലനിൽക്കും. ഞാൻ ദൂരെയല്ല. എന്റെ ശ്രദ്ധയ്ക്കായി നീ ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല. നീ കരയുമ്പോൾ ഞാൻ കേൾക്കുന്നു. ഞാൻ നിന്റെ അരികിലുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കില്ല. നീ വിദ്വേഷവും നീരസവും ഉപേക്ഷിച്ചു നന്ദിയുടെ ശക്തി മനസ്സിലാക്കി. നിന്റെ പ്രാർത്ഥനകൾ ശക്തമാണ്, എനിക്ക് മനോഹരമാണ്. ഞാൻ നിനക്ക് വാത്സല്യത്തോടെ ഉത്തരങ്ങൾ അയക്കുന്നു. ക്ഷമയോടെ അവ സ്വീകരിക്കുക. വിശ്വാസത്തോടെ അംഗീകരിക്കുക. ഉടൻ നിന്റെ കൈകളിൽ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ കാത്തിരിക്കുക.